ഗൈസ് വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിക്ക് ഷേക്കാണ്. കരിക്ക് കൊണ്ടുള്ള ഷേക്ക്. അപ്പോൾ കരിക്ക് ഷേക്കിനൊക്കെ നല്ല റേറ്റാണ് കടയിലൊക്കെ, 80 രൂപ 90 രൂപയൊക്കെ അടുപ്പിച്ചുണ്ട്. പക്ഷേ നമ്മളൊരു കരിക്ക് വാങ്ങിച്ച് ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഷേക്കിൻ്റെ പൈസയ്ക്ക് തന്നെ 2 ഷേക്ക് കുടിക്കാം. അപ്പോൾ നമ്മളിന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്, കരിക്ക് ഷേക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ആ കരിക്കിനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇളക്കി ഇതിലോട്ട് ചേർക്കാം. അത് വെട്ടിയ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരുപാട് സമയമാവും, അല്ലെങ്കിൽ അതെടുത്ത് ഞാൻ ഇടുമായിരുന്നു. ഒരുപാട് സമയമാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിടാത്തത്. നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇളച്ച് ഇതിനെ ഇതിലോട്ടാക്കിയിടാം. ഉപ്പ് അന്നി ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ കരിക്കുണ്ടാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ നല്ല രീതിയിൽ കരിക്കുണ്ടായിരുന്നു. മധുരം കുറവാണ്, എന്നാലും കൊള്ളാം, നല്ലതായിരിക്കണം. ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം. ഞാൻ എടുത്തില്ല, അതുകൊണ്ട് ഇതിനെ ചെറുതായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. കട്ടിയുള്ളതിനെ മാത്രം ചെറുതായിട്ടൊന്ന് ഓക്കെ നമ്മളിതിൽ ചേർക്കുകയാണ്. നമ്മൾ 1 കവർ പാലാണ് ഇതിൽ ചേർക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ഫുൾ കരിക്ക് ചേർക്കണം. ചേർക്കത്തില്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ഏതാണ്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഈ പരുവം മതി. നമുക്കിതിലോട്ട് ഇനി കപ്പലണ്ടിയും ആവശ്യത്തിന് ആവശ്യത്തിന് പഞ്ചസാരയിട്ട് അടിച്ചെടുക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഏതാണ്ട് അരഞ്ഞിട്ടുണ്ട്. അവർ പാല്, ഫ്രീസ് ചെയ്ത പാല് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രീസായിരിക്കും. ഇതോടെ എടുത്ത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ജാറ് കംപ്ലൈൻ്റ് ആവും. ജാറ് മാത്രമല്ല, മിക്സിങ് ചിലപ്പോൾ കംപ്ലൈൻറ്റ് ജാമായിട്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് വേണം എപ്പോഴും ചേർക്കാനായിട്ട്. ഈ പാല് കൂടെ നമുക്കിതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. പാല് എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയമായി, അതാണ് കുറച്ച് ലൂസായിപ്പോയി. നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ ഇതേപോലെ ഒന്ന് തല്ലിയിട്ട് കരണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ചപ്പാത്തി പരത്തുന്ന അതിട്ട് ഒന്ന് തല്ലിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തിക്നെസ്സിൽ കിട്ടും സാധനം. നമുക്കിതിനെ ഇനി ഒന്ന് അടിച്ച് നോക്കാം. അടിച്ചിട്ട് ബാക്കി നോക്കാം. കുറച്ചുകൂടെ പഞ്ചസാര അതിൻ്റെ മീതെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എസൻസ് വല്ലതും ചേർക്കുകയോ വേറെ വല്ല ഫ്ലേവർ ചേർത്ത് കഴിഞ്ഞാൽ ഈ കരിക്കിൻ്റെ ഇതങ്ങ് പോവും. നമ്മൾ കരിക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ചേർക്കാത്തത്. ഇന്നത്തെ സാധനങ്ങളൊന്നും ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇതിനെ ആയിട്ടുണ്ടോ. എന്താ നല്ലൊരു പരുവത്തിൽ സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ നമുക്കിനി ഒരു ഗ്ലാസ്സിലോട്ട് ഇനി മാറ്റാം. അപ്പോൾ നമുക്കിനി ഇതിനെ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നല്ല കട്ടിയായിട്ട് സൂപ്പറായിട്ടിരിക്കുകയാണ്. ഇതിന് ഒരു ഗ്ലാസ്സിന് ഇത്രയും കാണുമെന്ന് അറിയാൻ പാടില്ല, എന്നാലും ഒരു ഗ്ലാസ്സിന് 80 രൂപ എങ്ങാണ്ട് അടുപ്പിച്ചുണ്ട് കടകളിൽ. നമുക്ക് ഇപ്പോൾ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ പൈസയ്ക്ക് തന്നെ 2 ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഇതിൽ ഇനി ഇരിപ്പുണ്ട്. 2 പേർക്കുള്ളത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.